മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഇത്ര വൃത്തികെട്ട ഒരു ജീവിയാണ്. എത്ര പണം കിട്ടിയാലും. നിതിനെ കല്യാണം കഴിക്കുമ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 25 lakh പ്ലസ് അത്രയും ലോൺ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് പോലും അവരാണ് ലോൺ എടുത്ത് തന്നത്. മെറിയാണ് ഒരു 4 ലക്ഷത്തിന്റെ ലോൺ എടുത്ത്. മെറിയുടെ ഫാമിലിക്കും അറിയില്ല, എൻ്റെ ഫാമിലിക്കും അറിയില്ല, ആർക്കും അറിയില്ല. പറ്റിച്ചൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ എനിക്ക് ഇടക്കിടക്ക് കിട്ടാറുണ്ട്. പൈസ അങ്ങോട്ട് കൊടുക്കാന്നല്ലാണ്ട് ഇങ്ങോട്ട് വന്നതിൽ ഇങ്ങനെ പോയിക്കോ. പിന്നെ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു സ്കാം ആയിരുന്നു. ഞാൻ അങ്ങനെ ഈസിലി ആരെയും വിശ്വസിക്കാറില്ല. പക്ഷെ മിത്തേട്ടൻ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കും. പക്ഷെ ചെയ്തതൊന്നും ആരെയും ഉപദ്രവിക്കാതെയും ശല്യപ്പെടുത്താതെയും ഒരു തെറ്റും ചെയ്യാതാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. കുറേ കാലമായിട്ട് അടക്കാണ്ട്, ഇൻട്രസ്റ്റ് പോലും അടക്കാണ്ട് മുങ്ങി നടക്കുന്ന കണ്ടിട്ടുണ്ട്. പെട്ടെന്നൊന്ന് അടച്ചു തീർത്തേക്ക്. അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വലിയൊരു ചാട്ട വയറെടുത്തിട്ട് ഒരു 10 ആളെ മുമ്പ് നിന്ന് അടിച്ചാൽ എങ്ങനെയുണ്ടാ ഫീല്. എനിക്ക് കരച്ചിൽ വന്നു ചോദിച്ചാൽ നമ്മൾ കരച്ചിലിനൊക്കെ ചില സമയത്ത് ഇവിടുന്ന് ഒരു വേദനയൊക്കെ വരൂലേ. നമ്മൾ ആവശ്യമുള്ളപ്പോൾ കരയണം. നമുക്ക് അത്രയും റെസ്പെക്റ്റ്, അത്രയും വാല്യൂം, അത്രയും സ്നേഹം തരുന്ന ആളെ മുമ്പിൽ മാത്രമേ ഞാൻ കരയുള്ളൂ. എല്ലാവരുടെ മുമ്പിലും പോയിട്ട് എനിക്ക് കരയാൻ വേണ്ടാന്ന് വിചാരിച്ചു. ദേഷ്യം പിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി ഒരു സോറി പറഞ്ഞാൽ തിരിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരാളൊരു ലൈഫിൽ നിന്ന് നമ്മൾ മരിച്ചു പോകാന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ എത്ര എന്താണത് പറയുക, എന്ത് ചെയ്താലും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആകെ കിടക്കവും പ്രാർത്ഥിക്കുന്നത് വലിയൊരു നല്ല മനുഷ്യനായിട്ട് വളരണേന്ന് മാത്രം. അല്ലാണ്ട് വലിയ പണക്കാരനാകണം, വലിയ ഫിലിം സ്റ്റാർ ആകണം, അതൊന്നും ഞാൻ പ്രാർത്ഥിക്കില്ല. ചാണകം മെഴുകിയ ഒരു വീട്ടിൽ നിന്ന് 4000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്ടിലേക്ക് മാറുക, അത് വലിയൊരു ഉയർച്ച തന്നെയാണ്. പക്ഷെ അപ്പോഴും മനുഷ്യന്മാരെന്നുള്ള രീതിയിൽ ഇവർ വളരെ ഡിപ്ലോമാറ്റിക് ആണ്, ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളുകളാണ് എന്നുള്ളതാണ് അവരുടെ ക്വാളിറ്റി. മീറ്റ് മെരിയാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയയിൽ ഒരു അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻട്രോ കൊടുത്തപ്പോ ചാണകം മെഴുകുന്നൊക്കെ, ചാണകം ഒരു ചാണക സ്വഭാവം എന്നാണ് ഉദ്ദേശിച്ചത്. പെട്ടെന്നൊരു കൺഫ്യൂഷൻ. ആ ഒരു ഗാംഭീര്യത്തോടെ കൂടെ പറഞ്ഞു. എന്തായാലും ഒരുപാട് സന്തോഷം. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളുകളാണെന്ന് തോന്നി എനിക്ക് നിങ്ങളെ. കാരണം അറിയാലോ ഇന്റർവ്യൂ നടക്കുന്ന സമയം. അതെ, ലൈഫിൽ ആദ്യമായിട്ട് നോക്കണ്ട സമയം കുറിച്ച് വെക്കേണ്ടത് 12:30 രാത്രി AM. 12:30 ഈ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പം രാത്രി കണ്ണൂരാണ് ഇന്റർവ്യൂ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഹോട്ടൽസ് ഇല്ല. അപ്പൊ ഇവരുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ തുടങ്ങിയിട്ടുള്ളത്. അത്രയും ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളുകളാണ്. അത് നമ്മുടെ ഗുണമല്ല, കണ്ണൂർക്കാരുടെ ഗുണമാണ്. കണ്ണൂർ എവിടെ പോയാലും നിങ്ങൾക്ക് ഹോസ്പിറ്റാലിറ്റിന്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല. ഇവിടെ നമുക്കൊരു ഉത്സവം ഉണ്ട് കേട്ടോ. നമ്മുടെ നാടെന്ന ചണ്ടല്ലൂർ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ചണ്ടല്ലൂർ കാവുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ പ്രത്യേകത തന്നെ ഇതാണ്. അവിടുത്തെ ഉത്സവം 7 ദിവസം നീണ്ടു നിൽക്കും. അപ്പൊ ആ ഉത്സവത്തിന് ആരും ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് വീട്ടിലും കയറി ചെല്ലാം. അവിടുന്ന് അവർ നിങ്ങളെ ഒരു ഫാമിലീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും അതിനും ബെസ്റ്റായിട്ട് അവർ ട്രീറ്റ് ചെയ്യും. ചായ ആയാലും ചോറായാലും എല്ലാ വീട്ടിലും ഒരു അഡീഷണൽ എമൗണ്ട് ഓഫ് ഫുഡ് അവരെപ്പോഴും ഉത്സവ ദിവസങ്ങളിൽ കരുതും. കാരണം ഉത്സവത്തിന് പല ഭാഗങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എൻ്റെ വീട്ടിലും എൻ്റെ തറവാട്ടിലൊക്കെ ഇപ്പോഴും അങ്ങനെയാണ്. ആരും വരും, എവിടെ നിന്ന് വരും. ആൾ വന്ന് ഇങ്ങനെ ഈ ഹോസ്പിറ്റാലിറ്റിയിൽ നമ്മൾ നമ്പർ 1 ആണ് അക്കാര്യത്തിൽ. നിങ്ങളെ ഞാൻ ഭയങ്കര നന്നായിട്ട് ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ നമ്മളെ മാത്രമല്ല, ബാക്കിയുള്ള ഓൺലൈൻ മീഡിയകൾക്കൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. ആരും അങ്ങനെ ഇപ്പോൾ ഓൺ ക്യാമറ ഓഫ് ക്യാമറയും നിങ്ങളോട് ഒരു നീരസം വെക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പറ്റിച്ചിട്ടുണ്ടോ ആളുകൾ ഇത്രയും നൈസ് ആയതിന്റെ പേരിൽ? ഓ, പറ്റിച്ചിട്ടെന്ന് വെച്ചാല് നിങ്ങള് ആൾക്കാര് നമ്മളല്ല മീഡിയക്കാരല്ല, അല്ലാതെ പറ്റിച്ചിട്ടുണ്ടോന്നല്ലേ? ആ പറ്റിച്ചൊക്കെ ഉണ്ട്. കുറെ ആൾക്കാർ എനിക്ക് ഇടക്കിടക്ക് കിട്ടാറുണ്ട്. മെറി ആദ്യമേ പറയും, ഓരോരാളെ കണ്ടിട്ട് പറയും, മിൻസോട്ടാ റെഡി ആയിക്കോ. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ അങ്ങനെയാ, കിട്ടിക്കഴിഞ്ഞാലും പഠിക്കില്ല എന്നല്ല, പഠിക്കും. പക്ഷേങ്കില് അത് ക്യാരി ഫോർവേഡ് ചെയ്യില്ല. ഓക്കെ, കിട്ടിയത് അങ്ങനെ ആയി, അടുത്തതിലേക്ക് പോകാം. പക്ഷെ അത് മറക്കും. അത് ഓർമ്മിച്ചുകൊണ്ട് അവിടെ എന്നാ പിന്നെ നമ്മൾ അവിടെ ഇരിക്കത്തല്ലേ ഉള്ളൂ. മുന്നോട്ട് പോകുമ്പം മുന്നോട്ടുള്ള വഴികളിൽ ആരൊക്കെ നീ കാണുന്നു അവരൊക്കെ സ്വീകരിക്കുക, നമുക്ക് പറ്റുന്ന ചെയ്തു കൊടുക്കുക. മോശായാലും മോശം, അത് മറന്നേക്കുക, അടുത്തതിലേക്ക് പോകാം. കിട്ടിയിൽ വെച്ചിട്ട് ഇപ്പൊ പുറത്തു പറയാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ചതി എന്താ ഓർമ്മയിലുള്ളത്? ഇത്ര ഞാൻ ചിന്തിച്ചില്ലല്ലോ അങ്ങനെ തോന്നിയ ഒരു ചതി ഏതാ? അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള ചതികളൊന്നും കിട്ടിയിട്ടില്ല. എങ്ങനെയും ചെറിയൊരു എനിക്ക് ചെറിയൊരു തോന്നുന്നു നമ്മുടെ പാഞ്ചാലി തുടങ്ങിയപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട്
നമുക്ക് നമുക്ക് അങ്ങനെ ഒരു ഒരു ഇഷ്യൂ നല്ലൊരു വന്നിട്ടുണ്ടായിരുന്നു. എമൗണ്ട് നമ്മൾ അറിയാണ്ട് ഇങ്ങനെ പേ ചെയ്ത് സാരി ഇപ്പം വരും ഇതുവരെ വന്നില്ല. പാഞ്ചാലി വസ്ത്രം പോലല്ലേ? പൈസ അങ്ങോട്ട് കൊടുക്കാന്നല്ലാണ്ട് ഇങ്ങോട്ട് വന്നതില്ല, ഇങ്ങനെ പോയിക്കോ. പിന്നെ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു സ്കാം ആയിരുന്നു. അപ്പൊ നല്ലൊരു എമൗണ്ട് നമുക്ക് ബിഗിനിങ്ങിൽ പോയി. ഇപ്പം പഠിച്ചു, ഇപ്പം നമ്മളതിൽ എക്സ്പേർട്ടായി. എങ്ങനെ വെൻഡേഴ്സിനോട് സംസാരിക്കണം, അവര് ഒരു 1000 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രക്കത് സംസാരിച്ച് സെറ്റാക്കണം, ഹോൾസെയിൽ എങ്ങനെ പർച്ചേസ് ചെയ്യാം, ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം, ഈവൻ ഈ വീവേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെയല്ല, വീഴ്ചകളിൽ നിന്നല്ല പഠിക്കേണ്ടത്. അതിൽ നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ ഇറങ്ങിച്ചെന്ന് അതിന്റെ ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ പഠിച്ചു. ഈ ഗുജറാത്തികൾ കച്ചവടം പഠിപ്പിക്കുക മക്കളെ എങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ആ ആദ്യം ഒരു സ്റ്റൂളിന്റെ മേലെ നിൽക്കും, എന്നിട്ട് ചാടാൻ പറയും, അച്ഛൻ പിടിക്കുമെന്ന് പറയും. പിന്നെയും സ്റ്റൂളിന്റെ മേലെ അങ്ങനെ കയറ്റി നിർത്തും, ചാടാൻ പറയും, അച്ഛൻ പിടിക്കും. മൂന്നാമത് പോലും സ്റ്റൂളിന്റെ മേളിൽ കയറി ചാടാൻ പറയും, അയാൾ കൈ വിടും, മോൻ താഴെ വീഴും. എന്നിട്ട് ബിസിനസ്സിലെ ആദ്യ പാഠം ഇതാണ്: ആരെയും വിശ്വസിക്കരുത് എന്നാണ് പഠിപ്പിക്കാന്ന് കേട്ടിട്ടുണ്ട് ഗുജറാത്തികളെ. റൈറ്റ്. അങ്ങനെ ആരെയും വിശ്വസിക്കരുതെന്ന് പഠിച്ചോ? ഞാൻ അങ്ങനെ ഈസിലി ആരെയും വിശ്വസിക്കാറില്ല. പക്ഷെ മേരി മിത്തേട്ടൻ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കും. ആ പക്ഷെ എനിക്ക് അങ്ങനെ അല്ല, എനിക്കൊന്ന് ഗേൾസ് പൊതുവെ അങ്ങനെയാണ്. ആ മേരി അവരെപ്പോഴും ഒരു ഭയങ്കര ചൂസ് ഡിസ്റ്റൻസ് ചെയ്യാണ്, ആ ഭയങ്കര കീപ്പ് ചൂസ് ചെയ്യും. ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ഫ്രെയിംഡ് ആണ് ആള്. എല്ലാം കാലേ കൂട്ടി ചിന്തിച്ച് ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഫ്രെയിം ഇട്ട് വെക്കും, അങ്ങനെയില്ലേ? ആ സ്കാൻ ചെയ്യും ഇയാള് അവൻ വിചാരിക്കും എന്നെ എങ്ങനെയാണ്, ഫ്രെയിം ഇട്ടേച്ചാ. എന്താണ്. ഇല്ല, അത് നല്ലതാണ്. ആ ഫോർ എ അല്ല ഗേൾ, പിന്നെ ഫോർ എ ഫീമെയിൽ, ഇറ്റ്സ് ദ ബെസ്റ്റ് ക്വാളിറ്റി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവരങ്ങനെ ആയിരിക്കണം. ആ നമ്മളെ പോലെ പൊട്ടന്മാരായി കഴിഞ്ഞാൽ പണി എവിടുന്നാ കിട്ടുമെന്നറിയില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ ആൾക്കാരുടെ അടുത്ത് കാണുമ്പോൾ ഈ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാരുടെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നതൊക്കെ. അപ്പം ചില സമയത്തൊക്കെ കിട്ടും. അല്ല, അത് നല്ലൊരു ക്വാളിറ്റിയാണ് വേറൊരു വശത്തൂടെ നോക്കുമ്പോൾ. കാരണം ഏതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുക, സംസാരിക്കാൻ പറ്റുക, അത് മിത്തേട്ടന്റെ പ്ലസ് പോയിന്റ് ആണ്. എനിക്ക് അങ്ങനെ പറ്റില്ല. പെട്ടെന്ന് എൻ്റെ അടുത്ത് മിങ്കിളാവാൻ പറ്റില്ല. ഇങ്ങോട്ട് വർത്താനം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വർത്താനം പറയും. ഞാൻ ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അതേപോലെ ആയിരുന്നു കേട്ടോ. പണ്ട് പഠിക്കുന്ന സമയത്ത് ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര പേടി, വിറയല്, അതൊക്കെ ആയിരുന്നു. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് വേർഷൻ ആയിപ്പോയി. ഇപ്പൊ എക്സ്ട്രാ ആയിപ്പോയോ എന്നൊക്കെ ഒരു സംശയം. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളെ ജഡ്ജ് ചെയ്യും അയാൾ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഡിസൈൻ കറക്റ്റ് ആയിരിക്കും, ആ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരിക്കോ? അയാൾ ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും അയാളുടെ പെരുമാറ്റം, അത് കറക്റ്റ് ആയിട്ട് തന്നെ അല്ല, വന്നു ഒരാളെ വീഴാറുണ്ട്. കണ്ടപാട് എനിക്ക് ജഡ്ജ് ജഡ്ജ് ചെയ്യാൻ ചെയ്യലല്ല. പറ്റില്ല. ആ പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് അവർക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിൽ വർത്താനം പറയും, അങ്ങനെയില്ല. ഉം. പിന്നെ കുറച്ച് കാലം കുറച്ച് നമുക്ക് ടൈം എടുക്കും. മനസ്സിലാവുമല്ലോ, ഒരു 1 വീക്ക് ഒക്കെ സ്ലോ എത്തുമ്പോൾ ആൻഡ് ആളെ സ്റ്റഡി വിൻ ദ റേസ് എന്ന് മനസ്സിലാവുമല്ലോ. പറയുന്ന പോലെ മേരി. ദെൻ അല്ലേ? ഐ സ്റ്റാർട്ട് ടോക്കിംഗ്. ഇതിലിപ്പോ നമ്മള് ഓഫ് ക്യാമറ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 1-ാം ക്ലാസ് മുതൽ 3-ാം ക്ലാസ് വരെ കൃത്യമായിട്ട് അങ്ങനെ സ്കൂളിലൊന്നും പോയിട്ടില്ല. അതിൻ്റെതായ കുഴപ്പങ്ങൾ എനിക്കിപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ മകനെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് വളർത്തുന്നത്. അവൻ്റെ കയ്യിലിരിക്കുന്നത് ഐഫോണാണ്. പ്രോബബ്ലി അവൻ പഠിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും നല്ല സ്കൂളിലായിരിക്കും. അവന് കിട്ടുന്ന ക്ലോത്ത്സ് ഒക്കെ ഏറ്റവും നല്ല ക്ലോത്ത്സ് ആയിരിക്കും. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഒരു കുട്ടിക്ക് വേണ്ട പ്രോട്ടീനും മിനറൽസും ഒക്കെ ഉണ്ടാവും. അങ്ങനെ എനിക്ക് കിട്ടാതെ പോയതൊക്കെ മകന് കിട്ടണം, അങ്ങനെ അല്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന ആളുകൾക്ക് കിട്ടണം, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയുണ്ടോ? അങ്ങനെയല്ല. എനിക്ക് കിട്ടാതെ പോയതൊക്കെ മോന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവന് ഇപ്പൊ എനിക്ക് എൻ്റെ ചെറുപ്പത്തില് കിട്ടാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. ഉം. അപ്പം അതൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ പിന്നെയും വിചാരിക്കും, ഇതൊക്കെ ഇവനിപ്പോ ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവന് അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. ഇപ്പൊ എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഉം. എന്ത് സാധനവും വേസ്റ്റ് ആകുമ്പോൾ ഞാൻ പറയും, മെരീൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയും. ഈവൻ നമ്മുടെ കോസ്റ്റ്യൂംസ്, നമ്മൾ ഉം. അധിക കോസ്റ്റ്യൂംസ് ഒക്കെ നമുക്ക് പല സ്ഥലങ്ങളിൽ കൊളാബറേഷൻസിന് കിട്ടും. പല ബ്രാൻഡ് ഡീൽസിൽ വരും. കോസ്റ്റ്യൂംസ് ആയാലും പ്രോഡക്ട്സ് ആയാലും കോസ്മെറ്റിക്സ് ആയാലും. അപ്പം ഞാൻ വിചാരിക്കും, ഞാൻ ഇത്രയൊന്നും നമ്മൾ എന്തായാലും യൂസ് ചെയ്യില്ല. ഉം. കുറേ യൂസ് ചെയ്യും. എന്നാലും എനിക്ക് ഒരുപാട് കസിൻസ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഇവിടെ വരും. ഉം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാത്ത സാധനം ഇമ്മീഡിയറ്റ്ലി ഞാൻ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് ഒരു കുറേ കാലത്തേക്ക് വെച്ച് എക്സ്പയർ ആയി എടുത്ത് ചാടുക, അങ്ങനത്തെ എനിക്ക് ഭയങ്കര വെറുപ്പുള്ളൊരു കാര്യമാണ്. കാരണം ഇതൊന്നും കാണാൻ പോലും വയ്യാത്തൊരു ബാക്ക്ഗ്രൗണ്ടിലൂടെ വന്നയാളാണ് ഞാൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പം ഞാൻ ആവശ്യമില്ലാത്തതല്ല, യൂസബിൾ അല്ല, നമ്മൾ യൂസ് ചെയ്യില്ല, ഓവറായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുക്കും. അതിൻ്റെ വാല്യൂ നല്ലോണം അറിയുന്നുണ്ട്. അപ്പം ഈ ചോദ്യത്തിന് ഇപ്പം മിലിയോന് ഈ പറഞ്ഞ എല്ലാ കാര്യം, ഇപ്പം നല്ല ഫുഡ്, നല്ല ഡ്രസ്സ്, നല്ല ബുക്സ്, നല്ല സ്കൂള്, ഉം. ഇതൊക്കെ
സ്റ്റഡീസ് ഡെഫിനറ്റ്ലി നമുക്ക് പേരൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു എന്താ പറയുക സമ്പത്താണ് കുട്ടികൾക്ക് യെസ് കൊടുക്കാൻ യെസ് പറ്റുക. യെസ് അതെന്തായാലും കൊടുക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇപ്പം അവൻ വളരെ ചെറിയ കുട്ടി, 4 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോൾ അവന് ഇപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂസോ കാര്യങ്ങളോ നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഫെസിലിറ്റീസ് ആയാലും ഫുഡായാലും ടോയ്സ് ആയാലും. പക്ഷേ നമുക്കൊരു മെമ്മറി പവറൊക്കെ വന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന സമയമാകുമ്പം എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് കൊടുക്കരുത് എന്നാണ് ഞാനും മെരിയും മനസ്സിലാക്കിയത്. അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാനും വിചാരിക്കും. കാരണം അങ്ങനെ പെട്ടെന്ന് എല്ലാം ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് അതിൻ്റെ ഒരു വിലയും മനസ്സിലാവില്ല. പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് എപ്പോഴെങ്കിലും നമുക്കൊരു അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ അത് കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ സ്ട്രെസ്സ് വരും. പിന്നെ അത് ഫ്രസ്ട്രേഷൻ ആകും. പിന്നെ ഇപ്പോഴത്തെ സൊസൈറ്റി അറിയാലോ, എന്ത് വന്നാലും മിരി അടക്കം മിരിയൊക്കെ വണ്ണം വെച്ച് ഞാൻ ആകെ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് മിലി ഒരു നല്ല മനുഷ്യനായിട്ട് വളരണേന്ന് മാത്രം. അല്ലാണ്ട് വലിയ പണക്കാരനാകണം, വലിയ ഫിലിം സ്റ്റാർ ആകണം അതൊന്നും ഞാൻ പ്രാർത്ഥിക്കില്ല. ആകെയുള്ള ഒരു പ്രാർത്ഥന എല്ലാവരെയും ബഹുമാനിക്കാനും റെസ്പെക്ട് ചെയ്യാനും പറ്റുന്ന ഒരു നല്ല മനുഷ്യനാകണേ. അച്ഛനമ്മയെ നല്ലോണം നോക്കണം. അതൊക്കെ പ്രാർത്ഥിക്കുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു ചൈൽഡ്ഹുഡ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. സങ്കടം എന്ന് വെച്ചാൽ ഇപ്പോൾ മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തിന്റെ ഈ ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര ട്രബിൾഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. ഒരു കുട്ടി അനുഭവിക്കേണ്ട ഒരു സന്തോഷം മൈക്കിൾ ജാക്സൺ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിന്റെ ലൈഫ് ഇപ്പോൾ ഒട്ടും കളർഫുൾ അല്ലാന്നോ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഒന്നും അല്ല ഞാൻ പറയുന്നത്. പല ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും സാഹചര്യങ്ങൾ കൊണ്ട് കിട്ടാതിരുന്നുണ്ടല്ലോ. അത് കേട്ടിട്ട് ഇനീഷ്യലായിട്ട് ഇദ്ദേഹത്തെ പരിചയപ്പെട്ട സമയത്ത് സങ്കടം തോന്നിയിട്ടുണ്ടോ? ഇനീഷ്യലി മിത്തുവേട്ടൻ എല്ലാം ഒറ്റയടിക്ക് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. ഓ ഓ ഫസ്റ്റ് കണ്ട് നമ്മള് മാരേജ് കഴിഞ്ഞ് പിന്നെ വൺ ബൈ വൺ ഓരോരോ സ്റ്റോറി. അതിപ്പോ ഈ ദിവസം പറഞ്ഞു, പിന്നെ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും അടുത്ത സ്റ്റോറി പറയുന്നത്. ഓ ഓ അപ്പൊ ഈ ഒരു ഈ സീരീസ് ഒക്കെ ഇറങ്ങുന്ന പോലെ. അതെ, 7 ഇയേഴ്സിനുള്ളിലാണ് ഞാനിത് കേൾക്കുന്നത്. ഓക്കെ, എനിക്ക് അതാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മളിപ്പം പ്രണയിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് എല്ലാം പറഞ്ഞു തീർക്കും. ആ പിന്നെ കല്യാണം കഴിഞ്ഞ് ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷെ മിത്തേട്ടൻ അങ്ങനെയല്ലായിരുന്നു. മിത്തേട്ടൻ ഇങ്ങനെ സസ്പെൻസ് ഇട്ട് തരും. ഓരോരോ പ്രാവശ്യം ഓരോരോ സ്റ്റോറി എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരും. ആ അപ്പൊ ഞാനിങ്ങനെ ആക്ച്വലി ഞാനും അങ്ങനെ ഒരു ഉം, വളരെ ലോവർ മിഡിൽ ക്ലാസ് നിന്ന് വന്ന ഒരാളാണ് ഞാനും. ഉം. പക്ഷെ മിത്തുവേട്ടന്റെ കഥയൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊന്നും അത് എൻ്റെ ഒരു സങ്കടമായിട്ടേ തോന്നാറില്ല. ഏത് കഥ കേട്ടപ്പോഴാ ഈ ഇദ്ദേഹം ഭയങ്കര അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സമയത്താണ് മിത്തുവേട്ടൻ ജീവിച്ചത്? പറയായിരുന്നു അമ്മേനെ ഭയങ്കര ഇഷ്ടം ഉം, മിത്തുവേട്ടന്. അപ്പം അമ്മേനെ കൊണ്ട് ഇപ്പം പറയാം, അമ്മ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഉം. നമുക്ക് ഫുഡൊന്നും കഴിക്കാനുണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ കഥ എനിക്ക് വരിക. ഓ ഓ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു. അപ്പൊ ആ സ്റ്റോറി മൊത്തം എനിക്ക് പറഞ്ഞുതരും. ഉം, അപ്പൊ ഉം, ഉം. ആ ഒരു സംഭവത്തിൽ അമ്മേന്റെ ഒരു കഥ എനിക്ക് പറഞ്ഞു തന്നു. അമ്മ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ മിത്തോട്ടൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് കുറേ സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. അതായത് ഫണ്ണി ആയിട്ടാ പക്ഷെ നമ്മളെ അടുത്ത് അത് പറയുന്നത്. ഉം. മിത്തോട്ടൻ പാത്രം കഴുകിയതും പിന്നെ ഗ്ലാസ് ടോയ്ലറ്റിൽ വീണുപോയി. അപ്പൊ വേറെ ഗ്ലാസ് മേടിക്കാൻ പൈസ ഇല്ല ആളെ കയ്യില്. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഗ്ലാസ് അതിനകത്തുനിന്ന് എടുത്ത് കഴുകി വെച്ചു മിത്തുവേട്ടൻ. അത് ഭയങ്കര ഫണ്ണി ആയിട്ട് മിത്തുവേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നു. പക്ഷെ എനിക്കത് മനസ്സിലാവും. ഒരു ഗതികേട്. അതെ. ആ ഒരു സിറ്റുവേഷനിന്ന് മിത്തുവേട്ടൻ ഇത്രയും വന്നത് മിത്തുവേട്ടന്റെ ആ ഒരു വിൽ പവർ കൊണ്ട് മാത്രാണ്. ചില കുട്ടികൾ ഇപ്പൊ പറയുന്ന കേൾക്കും, "അയ്യോ എനിക്കതില്ല." പക്ഷെ എനിക്കതില്ല. പക്ഷെ നാളെ എനിക്കത് ഉണ്ടാവണമെന്ന് ആ ഒരു വിൽ പവർ എല്ലാവർക്കും വേണമെന്നില്ല. ബട്ട് ഹി ഹാസ് ഇറ്റ്. അതാണ്. ഇപ്പൊ സഞ്ജയ് ലീല ബൻസാലിയുടെ ഒരു ട്രൈറ്റ് ആയിട്ടും ഒരു നെഗറ്റീവ് ആയിട്ട് ആളുകൾ എപ്പോഴും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമയിലെല്ലാം ഭയങ്കര കളർഫുള്ളും ഭയങ്കര ഫയറി ലൈറ്റ് ഒക്കെ ഉള്ള പോലെ ആയിരിക്കും. എല്ലാവർക്കും ഭയങ്കര ഫ്ലാഷി കോസ്റ്റ്യൂംസ്. ഒരു അടുക്കള ആണെങ്കിൽ പോലും രാജകൊട്ടാരത്തിന്റെ പോലെ ആയിരിക്കും അടുക്കള. പാത്രങ്ങളൊക്കെ സ്വർണ്ണ കളറായിരിക്കും. അപ്പൊ എന്താ അതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ സഞ്ജയ് ലീല ബൻസാലി അദ്ദേഹത്തിന്റെ ഒരു 30 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുള്ളത് ഒരു മുറി ഒരു ബാത്റൂം ഉള്ള ഒരു വീട്ടിലാണ്. അത്ര ഇടുങ്ങി ജീവിച്ച കാരണം കൊണ്ട് അയാൾ പടം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ ക്രിയേറ്റ് ചെയ്യാം, വലിയ റൂംസ്, കുറേ കോസ്റ്റ്യൂംസ് ഒക്കെ. സോ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും വലിയൊരു നിലയിലെത്തി, എനിക്കൊരു വലിയ വീട് വേണം, വലിയ എന്താ പറയുക ഫർണിച്ചർ വേണം, കുറേ കോസ്റ്റ്യൂംസ് വേണം, അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം നേടിയത് മുഴുവനും ഈവൻ മെറി പോലും ആ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. ചിലപ്പോൾ ആൾക്കാർ ഇതൊക്കെ ഇപ്പം ട്രെൻഡായ മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ, ആ ആ ഈ പോസിറ്റീവ് എനർജി ഇതൊക്കെ ഇപ്പം ഇൻസ്റ്റഗ്രാം റീല് വന്നേരം ട്രെൻഡായതല്ലേന്ന്. പക്ഷേങ്കിൽ ഇപ്പം ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയതാ. ഉം, പക്ഷെ ഇതൊക്കെ കാലങ്ങൾ മുന്നേ ആൾക്കാർക്ക് അറിയാം. ഇത് ഞാൻ ചെറുപ്പത്തിലുള്ള സമയത്ത് മുതൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഞാൻ എന്തൊക്കെ ഡ്രീം ചെയ്തിട്ടുണ്ടോ
അതൊക്കെ എനിക്ക് ടച്ച് വുഡ് എനിക്കത് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് അന്നേരം ആ സമയത്ത് ഇത് ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതെനിക്ക് നേടണം എന്ന് തോന്നുമ്പോഴോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വഴിയിൽ ഞാൻ ഇത് നേടും, എനിക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഞാനിത് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ടുവേർഡ്സ് അതിന് വേണ്ടിയിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ട്. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്തതൊന്നും ആരെയും ഉപദ്രവിക്കാതെയും ശല്യപ്പെടുത്താതെയും ഒരു തെറ്റും ചെയ്യാതാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പം മാനിഫെസ്റ്റേഷൻ ആക്ച്വലി ഒരു മിത്തല്ല. അതൊരു എന്താണ് ഒരു സത്യമായ ഒരു കാര്യമാണ്. എൻ്റെ കാര്യത്തിൽ ഇനി വിഷ്ണുവും ചിലപ്പോൾ ട്രൈ ചെയ്തോ. എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ, മാനിഫെസ്റ്റേഷനൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ അങ്ങനെ കുറെ ഞാൻ അധികം അങ്ങനെ പ്ലാൻ നമുക്ക് കിട്ടീന്ന് ആഗ്രഹിക്കണം, കിട്ടണമെന്നല്ല ആഗ്രഹം. നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഞാൻ ചെറുപ്പത്തിൽ കണ്ട ഒരു സ്വപ്നമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ഒരു കബി ഖുഷി കബി ഗം, അതിലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ? ഫുൾ ഓപ്പൺ, 2 സൈഡിലൂടെ ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി. ആ വീടാണ് ഞാൻ സ്വപ്നം കണ്ടത്. മിത്തോടെ എഞ്ചിനീയർ എടുത്ത് എനിക്ക് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് 2 സൈഡിൽ നിന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പ് വേണം. അപ്പം ഇതൊക്കെ പിന്നെ ഡിസ്കഷനിൽ വന്ന് മാറ്റങ്ങളാണ്. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ളൊരു ബാൽക്കണി അത് ഇതൊക്കെ ആ ഒരു മൂവി കണ്ടപ്പം ഒരു കാലത്ത് ഇങ്ങനെയുള്ളൊരു വീട്ടിൽ ഞാൻ താമസിക്കും. ഒരു ഭയങ്കര ലക്ഷറി ആയിട്ട് ഇങ്ങനെ നിൽക്കും. നല്ല സുന്ദരിയായ ഭാര്യ ഉണ്ടാകും. അങ്ങനെയൊക്കെ അതൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. ഈവൻ ഞാൻ ഐശ്വര്യ റായിന്റെ കണ്ണ് കാണുമ്പം ഞാൻ ഇപ്പം 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഐശ്വര്യ റായിന്റെ ഏതോ ഒരു മൂവിയോ ഏതോ ഒരു സമയത്ത് ഞാൻ കണ്ടപ്പം ഞാനിങ്ങനെ വെച്ചു, എനിക്ക് ഐശ്വര്യ റായിനെ പോലത്തെ ഒരു കണ്ണൊക്കെ ഒരു പ്രാവശ്യം ഞാൻ വെക്കും. അപ്പം ഞാൻ ജോലി കിട്ടി ആദ്യത്തെ 2-3 സാലറി ഒക്കെ കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് മേടിച്ചത് ഒരു ബ്ലൂ കളർ കോൺടാക്ട് ലെൻസാണ്. അത് വെച്ചപ്പോഴുണ്ടായൊരു സന്തോഷം ഞാൻ പറഞ്ഞാൽ തീരൂല. ഇതൊക്കെ കേൾക്കുന്നതൊക്കെ വളരെ കോമഡിയും ഫണ്ണിയും സില്ലി ആയിട്ട് തോന്നും. പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് അതിപ്പോൾ നമ്മളൊരു ചെറിയൊരു കടലാസിൻ്റെ തുണ്ടായാലും അത് നമുക്ക് നേടുമ്പം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് വേറെ ഒരാൾക്കും പറഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല, പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. അത് നമുക്കേ അറിയുള്ളൂ. ഇപ്പൊ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞല്ലോ. സോ എന്താണ് ഇപ്പൊ ഈ ശ്രമത്തിന്റെ ഒക്കെ ഒരു അളവുകോലായിട്ട് നിങ്ങൾ എങ്ങനെ ഇപ്പൊ പറയാ? നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക്, അതായത് നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അങ്ങനെ ഒരു രീതിയിൽ ഇപ്പൊ ഒരു കൽപ്പണിക്കാരനോടൊക്കെ ആണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ, അത് ഇങ്ങനെ കല്ല് കുത്തി ഒരു ശില്പം ഉണ്ടാക്കുന്നോ അല്ലെങ്കിൽ വേറെ അധ്വാനങ്ങളെ കാണിക്കാൻ പറ്റും. ഒരു ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ചിസൽഡ് ബോഡി ഒക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ അധ്വാനം എന്താ? നിങ്ങളുടെ ആ അധ്വാനമായിട്ട് നിങ്ങൾ കണക്കാക്കണത് എന്താ? ഓക്കെ, അധ്വാനം എന്ന് പറയുമ്പം ഫിസിക്കൽ ആക്ടിവിറ്റി പോലെ തന്നെ നമ്മളിപ്പോൾ മൈൻഡ് നമ്മൾ വർക്ക് ചെയ്തോണ്ട് അതും ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. അതായത് ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ എനിക്ക് ആഫ്റ്റർ 9 o'clock ഒക്കെ എനിക്ക് വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോവാണ്. അല്ല, അറ്റ് ദ സെയിം ടൈം ആഫ്റ്റർ 9 o'clock ഒക്കെ ഐ ഹാവ് ടു വർക്ക്. എന്നാൽ മാത്രമേ നാളെ എനിക്ക് നാളത്തെ പണി ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യാണ്, രാവിലെ എണീക്കുകയാണ് എൻ്റെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഹാർഡ് വർക്കിൽ പെടും. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ അപ്പം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം നമ്മൾ 2 പേരും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ 2 പേരും ബാംഗ്ലൂരിൽ ട്രാഫിക് ഒക്കെ കഴിഞ്ഞിട്ട് 9 മണിക്കാണ് വീട്ടിലെത്തുന്നത്. അപ്പോഴും നമ്മൾ ടിക്ടോക്കിൽ ഡെയിലി വീഡിയോ ഇടും. ഡെയിലി എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും മുടക്കാതെ. ഈവൻ ഞാനിപ്പം വന്ന് അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാലും മിത്തുവേട്ടനാണ് എന്തായാലും ഇടണം എന്ന് പറഞ്ഞിട്ട് ഇടുന്നത്. നമ്മള് 9 മണിക്ക് വന്ന് 9:30 അങ്ങനെയൊക്കെ ആവും ചില രാത്രി. സമയം വന്ന് കുളിച്ച് അമ്മേൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ഉറങ്ങും. അപ്പോഴേക്കും ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ ചിലപ്പോൾ രാത്രി 1 മണിക്ക്. നമ്മുടെ പണ്ടത്തെ വീഡിയോ നോക്കിയാൽ മോസ്റ്റ്ലി നൈറ്റ് വീഡിയോസേ കാണാൻ പറ്റില്ല, കാരണം നമുക്ക് ഡേ ടൈമിൽ സമയമില്ല. അപ്പോൾ ഒരു 2 മണി 2:30 ഒക്കെ ആയി ഉറങ്ങാം. ചില സമയത്ത് ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് എൻ്റെ പ്രസൻറ്റേഷൻ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് റീജിയണൽ മാനേജറായിട്ടാണ്. അപ്പം എൻ്റെ കീഴിലൊരു 180 സ്റ്റാഫ് ഉണ്ട്. അവരൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ. അവർക്കുള്ള റിപ്പോർട്ട്സ്, അവർക്കുള്ള ടാർഗറ്റ്സ്, അവർക്കുള്ള നെക്സ്റ്റ് ഷെഡ്യൂൾ, ഇതൊക്കെ എനിക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ ഇത് ചെയ്ത് എഡിറ്റ് ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ലാപ്ടോപ്പിൽ കംപ്ലീറ്റ് ഈ സ്കെഡ്യൂളും പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് രാവിലെ എണീച്ച് പിന്നെയും നമ്മൾ സെയിം റുട്ടീനാണ്. രാവിലെ എണീക്കണം. കാരണം ഒരു 7 o'clock 6:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ 2 പേരും എണീക്കും. കാരണം ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഓഫീസിലെത്തണം. 10 o'clock 9:30 ആകുമ്പോൾ നമുക്ക് ഓഫീസിലെത്തണം. ഈവൻ അന്നേരം ആ സമയം ഇപ്പം നമ്മളത് പറയുകയാണെങ്കിലും അന്നേരം അത്രയും നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ഹാർഡ് വർക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്.
അതിൻ്റെ ഒരു മേ ബി ഒരു 10 മടങ്ങാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതൊക്കെ നേടി ഫെയിമായി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സ് വന്നു, നമ്മൾ വീഡിയോസ് വൈറലാണ്, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടിയിട്ടേ ഉള്ളൂ, ഇതുവരെ കുറഞ്ഞിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ എഫേർട്ടാണ് നമ്മൾ ഇപ്പോൾ ഇടുന്നത്. കാരണം ഇപ്പം മെറിക്ക് മില്യോനെ നോക്കണം, നമുക്ക് പാഞ്ചാലി വസ്ത്ര എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, അത് നോക്കണം, അതിൻ്റെ വീഡിയോസ് ചെയ്യണം. മെറിക്ക് 3 ചാനലുണ്ട്, എനിക്ക് 3 ചാനലുണ്ട്, അതിലിടക്ക് പാഞ്ചാലി വസ്ത്രയുണ്ട്. 3 ചാനൽ 3 പ്ലാറ്റ്ഫോം. അപ്പം ഇതൊക്കെ കൂടി വരുമ്പം നമുക്ക് പിന്നെ ഒരു ദിവസം നമ്മൾ ഫെയിമായി ഇനി നമ്മളിങ്ങനെ ഇരുന്നാൽ നമുക്കിങ്ങനെ റീച്ചസ് വന്നുകൊണ്ടിരിക്കും, വ്യൂസ് വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് അവിടെ കെട്ടടങ്ങി പോകത്തേ ഉള്ളൂ. കാരണം ഇതൊരു ബുക്കിൻ്റെ മുകളിൽ ഒരു ബുക്ക് വയ്ക്കുന്നല്ലോ, ഓരോ സെക്കൻഡ് ഓരോരോ ടാലൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോരാൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2-3 ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഫാൻസ് ഡ്രോപ്പ് ആവും, ഫാൻസ് മറന്നു പോകും. കാരണം അവർക്ക് അത്രയും കൺസ്യൂം ചെയ്യാനുള്ള കോണ്ടന്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. റീൽസ് ആയാലും ഷോർട്സ് ആയാലും യൂട്യൂബ് ആയാലും എല്ലാത്തിലും ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഫേമസ് ആയെന്നിട്ട് നമ്മൾ റിലാക്സ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ ഫേമസ് ആവുന്ന ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ ക്രിയേറ്റിവിറ്റിയിലും താഴാതെ നമ്മൾ പിന്നെ അടുത്ത വീഡിയോ ഹിറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് ആ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആ ഒരു റീച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകണം, അതിലും കൂടുതൽ എന്തെങ്കിലും തിങ്ക് ചെയ്യണം, ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം. അപ്പോൾ റീച്ച് ആവുന്നതിനെയും വൈറൽ ആവുന്നതിനും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. റിലാക്സ് ചെയ്താൽ തീർന്ന് 10 ആൾ വേറെ വന്നു പോയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ ചില ആൾക്കാരൊക്കെ, എൻ്റെ അധികം ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, മിത്തുവേട്ടാ നിങ്ങളെ വീഡിയോ ഒക്കെ ഭയങ്കര റീച്ചാണല്ലോ, നമ്മൾ ആദ്യം ഒന്ന് ഫോളോവേഴ്സ് ആട്ടെ, എന്നിട്ട് വേണം എനിക്ക് നിങ്ങളെപ്പോലെ വീഡിയോ എടുക്കാൻ, നല്ല ആദ്യം ഒരു ക്യാമറ വാങ്ങട്ടെ. ഞാനൊക്കെ അന്നേരം വിചാരിക്കും, ഇതിപ്പം പരീക്ഷ എഴുതുന്നതിനെക്കാട്ടും മുമ്പിട്ട് റിസൾട്ട് വന്നിട്ട് ഞാൻ പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയല്ലേ അത്. അതെ 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 നമ്മൾ ആദ്യം എഴുതൂ, തുടങ്ങണം. ആദ്യം തുടങ്ങ്, എന്നിട്ട് നിങ്ങൾ ഫോളോവേഴ്സ് തരുള്ളൂ. നിങ്ങൾ എന്തിനാ ആൾക്കാരെ ഫോളോ ചെയ്യണം? എന്തെങ്കിലും ഒരു കാര്യം കണ്ട്, എന്തെങ്കിലും ഒരു യുണീക്ക് സാധനം കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലേ ആൾക്കാർ, എല്ലാവരും വെറുതെ എന്നെ ഫോളോ ചെയ്യും, എന്നെ ഫോളോ ഞാൻ ആരാ? അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ ഫോളോ ചെയ്യുള്ളൂ. നമ്മൾ എന്തെങ്കിലും കാര്യം കണ്ട് ഇഷ്ടപ്പെടണം. അത് അത് റെസ്പോൺസിബിളായിട്ട് എടുക്കുക വേണം. ഇപ്പം നമ്മളെപ്പോലത്തെ ആൾ, നമ്മൾ ജസ്റ്റ് ഒരു എന്താ വീഡിയോ ക്രിയേറ്റർ അല്ല. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നമ്മൾ ഇത്രയും കാലം ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇത് നമ്മൾ രണ്ടുപേരും പ്രൊഫഷണലി ജോബ് ഉള്ള ആൾ ജോബ് റിസൈൻ ചെയ്തിട്ട് ഈ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഈ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ, ഡിജിറ്റൽ ക്രിയേഷൻ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആസ് എ ജോബ്. യെസ് 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 പക്ഷെ അത് ചെയ്യാത്ത ആൾ സത്യം പറഞ്ഞാൽ മണ്ടന്മാരാ. ബേസിക്കലി ഇറ്റ്സ് എ ഫുൾ ടൈം ജോബാണ്. ഇതൊരു 24/7 എന്ന് പറയുന്ന പോലത്തെ ഒരു ജോബാണ്. ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു ടൈമിംഗ് ഇല്ല. നിങ്ങൾ മെറി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, ഡെല്ലിൽ വർക്ക് ചെയ്യായിരുന്നു. മെറി രാവിലെ പോകുന്നത് 10 to 5 അല്ലേ, 10 to 6 ജോബാണ്. എനിക്കും 11 to 7 ജോബാണ്. അന്നേരം കറക്റ്റ് ടൈമിംഗ് ഉണ്ട്. വീട്ടിൽ വന്നിട്ട് കുറച്ച് ഹോംവർക്ക് ഉണ്ട്, മെറിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ അത് കറക്റ്റാണ്. പക്ഷേ ആസ് എ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടൈമിംഗും ഇല്ല, ഒരു ലൊക്കേഷൻ ഇല്ല, ഒരു ഓഫീസ് ഇല്ല. ഉള്ള ആൾക്കാരുണ്ടാവും വേറെ രീതിയിൽ എടുക്കുമ്പം. പക്ഷേങ്കിൽ ഇത് നമ്മൾ എവിടെയാണുള്ളത് അവിടെ നിന്ന് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. രാത്രിയില്ല, പകലില്ല, പല സ്ഥലങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നു. അതൊരു ഫുൾ ടൈം ജോബായി. പിന്നെ ഇതിൽ നമുക്ക് ബ്രാൻഡ് ഡീൽസ് വരുന്നു. നമുക്ക് എങ്ങനെ പേയ്മെൻറ്റ് കിട്ടുന്നത്? ആൾക്കാർ വിചാരിക്കും നമ്മൾ വെറുതെ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്താൽ നമുക്ക് ലക്ഷങ്ങളും കോടികളും ബാങ്കിൽ വന്നിങ്ങനെ കവിഞ്ഞു കൂടിയിരിക്കും. അങ്ങനെയല്ല. നമ്മുടെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ പല പല ബ്രാൻഡ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യും. പല എൻഡോഴ്സ്മെൻറ്റ് വരും. അത് നമ്മുടെ ക്വാളിറ്റി നോക്കിയിട്ടാണല്ലോ ഓരോന്നും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ബ്രാൻഡ് ഡീൽ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവണം. നമ്മൾ കുറച്ചും കൂടി ക്ലീനായിട്ട് ക്രിയേറ്റീവായിട്ട് വീഡിയോ ചെയ്യണം. പിന്നെ ഈ ബ്രാൻഡ് ഡീൽസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയ കാര്യമല്ല. ഒരുപാട് ടേക്സ്, ഒരുപാട് റീ എഡിറ്റിങ്, ഒരുപാട് ഡിസ്കഷൻ, മീറ്റിംഗ്. ഞാൻ എൻ്റെ ഓഫീസിലൊന്നും ചെയ്യാത്ത അത്രയും ഗൂഗിൾ മീറ്റൊക്കെ പല ബ്രാൻഡിന് വേണ്ടിയിട്ടും, പാൻ ഇന്ത്യ ബ്രാൻഡൊക്കെ വരുമ്പം നമ്മൾ പല പ്രാവശ്യം മീറ്റിംഗ് ഒക്കെ ചെയ്ത് അത് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്ത് പിന്നെ അതിൻ്റെ ട്രയൽ കൊടുത്ത്, ഈവൻ നമ്മളിടുന്ന കോസ്റ്റ്യൂം പോലും നമ്മൾ അപ്രൂവൽ എടുത്തിട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പല ബ്രാൻഡുകൾക്കും. അപ്പം ഇങ്ങനത്തെ ഒക്കെ പല കാര്യങ്ങളുണ്ട് അതിൽ. അപ്പം ഇതൊക്കെ ഹാർഡ് വർക്കിൻ്റെ ഒരു പണിയാണ്. നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കണം, നമ്മൾ എടുക്കുന്ന ക്യാമറേൻ്റെ ചില ബ്രാൻഡ്സ് സ്പെസിഫിക്കേഷൻ അയച്ചു കൊടുക്കണം, ലെൻസ് അയച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഓൺ വോയിസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മളുടെ വീഡിയോ പെട്ടെന്ന് ഒരാൾക്ക് എഡിറ്റേഴ്സിന് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റ് ഒരിക്കലും എഴുതാറില്ല. നമ്മളൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നു. പല പ്രാവശ്യവും മെറി പറയുന്ന ഡയലോഗ് അവൾ തന്നെ ഓൺ സ്പോട്ട് പറയുന്നതാണ്.
അതിപ്പോൾ നമ്മൾ ഇത്രയും കാലം എടുക്കുന്നുണ്ട്, അവൾ എന്ത് പറഞ്ഞാൽ എന്ത് എനിക്ക് റിപ്ലൈ കൊടുക്കണമെന്ന് അറിയാവുന്നതുകൊണ്ട് ആദ്യം ജസ്റ്റ് ഒരു ത്രെഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇത് സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വേറൊരാൾക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് അവരുടെ കൂടെ തന്നെ കംപ്ലീറ്റ് പിന്നെയും വരാം. അപ്പം അത് സെയിം ആയി. അതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നത് മൊത്തം പ്രൊഫഷണൽ വീഡിയോ മിരിയ എഡിറ്റ് ചെയ്യുന്നത്, അല്ലാത്ത വീഡിയോ ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടൈം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചെയ്യാനുണ്ട്. ഇപ്പൊ നേരത്തെ പൈസ വന്ന് കുമിഞ്ഞു കൂടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷാരൂഖ് ഖാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള 2 ഷർട്ട് ഉം. അത് ഒരുമിച്ച് എടുക്കാൻ പുള്ളിക്ക് എന്ന് പൈസ ഉണ്ടാവുന്നു അപ്പോൾ ഞാൻ എന്നെ സ്വയം പണക്കാരനായിട്ട് കണക്കാക്കും എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ രണ്ടുപേരും സ്വയം എനിക്കിപ്പോ പൈസയായി, ഞാൻ കുറച്ച് പണക്കാരനായി അങ്ങനെ തോന്നിയത് എപ്പോഴാ? നമുക്കിപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ മനുഷ്യൻ എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഞാനിപ്പോ സ്റ്റേബിൾ ആണ്, അങ്ങനെ 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 പറയാം. അങ്ങനെ അതെ. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഇത്ര വൃത്തികെട്ട ഒരു ജീവിയാണ്. എത്ര പണം കിട്ടിയാലും അല്ലേ, ഒരാളും ഈവൻ ഞാൻ ഇന്നലെ മിരീനോട് ഇങ്ങനെ മിരി പണക്കാരായി കഴിഞ്ഞാലാണ് ഏറ്റവും സമാധാനക്കേട്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും പണം കൂടുമ്പോൾ. ഇവരൊക്കെ എന്താ ഇത്ര പണം കൊണ്ട് ചെയ്യുക? കാരണം കുറേ പണമായി കഴിഞ്ഞാൽ ഇതെവിടെ ചെലവാക്കും, എന്തിന് ചെലവാക്കും? ഇപ്പം നമുക്ക് വെറുതെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ 100 ആൾക്കാർ പല ആവശ്യങ്ങൾക്ക് വരും. ചില ആൾക്കാർ അയ്യോ അവർക്ക് കൊടുക്കണം, അതിനേക്കാളും മോശം അവസ്ഥയിലേക്ക് ഇയാളായിരുന്നു. അതൊക്കെ ആലോചിച്ച് ഭയങ്കര സ്ട്രെസ്സാവും. പക്ഷെ നമുക്ക് അങ്ങനത്തെ അത്രയും വലിയ പണക്കാരൊന്നും ആയിട്ടില്ല എന്തായാലും. പണക്കാരാവുന്നൊന്നല്ല നമ്മുടെ ഒരു ഡ്രീം. നമുക്ക് എന്ന് വെച്ചാൽ വേറെ എന്തൊക്കെയോ ഡ്രീംസാണ്. എനിക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തോന്നിയ ഒരേ ഒരു കാര്യം, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ലോൺസ് ഉണ്ടായിരുന്നു. മിരീനെ കല്യാണം കഴിക്കുമ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 25 lakh പ്ലസ് അത്രയും ഡെപ്റ്റ് ഉണ്ടായിരുന്നു, അത്രയും ലോൺ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് പോലും എനിക്ക് അവരാണ് ലോൺ എടുത്ത് തന്നത്. മെറിയാണ് ഒരു 4 ലക്ഷം ആയിരുന്നു അല്ലേ, 4 ലക്ഷത്തിൻ്റെ ലോൺ എടുത്ത്. മെറിയുടെ ഫാമിലിക്കും അറിയില്ല, എൻ്റെ ഫാമിലിക്കും അറിയില്ല, ആർക്കും അറിയില്ല. അത് അവൾ അന്ന് എടുത്ത് തന്നുകൊണ്ട് നല്ല വൃത്തിയിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇവളെ കൈയും പിടിച്ച് ഞാൻ ഓടേണ്ടി വന്നു. അപ്പം അങ്ങനത്തെ ലോണ് കുറച്ച് എല്ലാം ക്ലോസ് ചെയ്ത് വന്നപ്പോഴാണ് ഇനി ഒന്ന് ഇരുന്ന് കാല് നീട്ടി ഒന്ന് ആശ്വസിക്കാം. അമ്മേനെ രക്ഷപ്പെടുത്തി, അപ്പേനെ രക്ഷപ്പെടുത്തി, പിന്നെ നമ്മളുടെ വീടിൻ്റെ ലോണ് കുറേ ക്ലിയർ ആയി. ഇനി ആരും വന്ന് ചോദിക്കില്ലല്ലോ. അതുകൊണ്ട് അന്നേരം എനിക്ക് തോന്നി ഏകദേശം സാധനം സെറ്റ്. അങ്ങനെ ഇപ്പൊ ആളുകൾ വന്ന് ചോദിച്ചിട്ട് പിന്നെ മറുപടി പറയാൻ പറ്റാണ്ട് ഇങ്ങനെ സങ്കടം കൊണ്ട് നിന്ന് പോയ ഇതിനുണ്ടായിട്ടുണ്ടോ? ഓ, എനിക്ക് ഇപ്പോഴും ഒരു ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ട്. ഞാൻ നാട്ടിലൊരു പ്രാവശ്യം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒരു റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് വന്നപ്പം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പം ബാങ്കിൽ ലോണെല്ലാം ഉള്ളത് ഓർമ്മയുണ്ടല്ലോ. അതെല്ലാ ആൾക്കാരെയും മുമ്പിൽ വെച്ചിട്ടാണ് പറയുകയും ചെയ്തത്. എന്ന് പറഞ്ഞ ഡയലോഗ് ബാങ്കില് ലോണൊക്കെ ഉണ്ട്, കുറേ EMIs കാലമായി പെൻഡിങ് ആണ്. കുറേ കാലമായിട്ട് അടക്കാണ്ട് ഈ ഇൻട്രസ്റ്റ് പോലും അടക്കാണ്ട് മുങ്ങി നടക്കുന്ന കണ്ടിട്ടുണ്ട്. പെട്ടെന്നൊന്ന് അടച്ചു തീർത്തേക്ക്. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു വലിയൊരു ചാട്ട വയറെടുത്തിട്ട് ഒരു 10 ആളെ മുമ്പിൽ നിന്ന് അടിച്ചാൽ എങ്ങനെയുണ്ടാ ഫീല്. എനിക്ക് കരച്ചിൽ വന്നു ചോദിച്ചാൽ, നമ്മൾ കരച്ചിലിനേക്കാൾ ചില സമയത്ത് ഇവിടുന്ന് ഒരു വേദനയൊക്കെ വരൂലേ. ഒരു ആകാശദൂത് സിനിമ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഇവിടെ ഒരു വേദന വരും. ആ ഒരു വേദന അന്നത്തെ ദിവസം എനിക്ക് വന്നു. അത്രക്ക് വിഷമമായിപ്പോ ഇത്രയും ആൾക്കാരുടെ മുമ്പ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കരയാതിരിക്കാനാണോ അവർ സങ്കടം പറഞ്ഞിട്ടപ്പോ ചിരിക്കുന്നത്? അതൊരു ട്രിക്കാണ് ആക്ച്വലി. പക്ഷെ ഞാൻ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഇമോഷണൽ ആക്കി. ഇപ്പൊ ഞാൻ പഠിച്ചു. കരയണ്ടെന്ന് ചോദിച്ചു. കരഞ്ഞിട്ട് നമ്മൾ ആവശ്യമുള്ളപ്പോൾ കരയണം. നമുക്ക് അത്രയും റെസ്പെക്ട്, അത്രയും വാല്യൂം, അത്രയും സ്നേഹം തരുന്ന ആളെ മുമ്പിൽ മാത്രമേ ഞാൻ കരയുള്ളൂ. എല്ലാവരുടെ മുമ്പിലും പോയിട്ട് എനിക്ക് കരയാൻ വേണ്ടാന്ന് വിചാരിച്ചു. അവര് ചിലപ്പം അന്നേരം സിമ്പതി ഒക്കെ ആണെങ്കിൽ നോ ഇറ്റ്സ് ഓക്കെ ലീവ് ഇറ്റ്. പക്ഷെ എനിക്ക് ലോകത്തിൽ എനിക്ക് കരയാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള 2 ആൾക്കാരെ ഇപ്പോൾ ഉള്ളൂ. ഒന്ന് എൻ്റെ ബെറ്റർ ഹാഫും, പിന്നെ എൻ്റെ മദറും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ മുന്നേ ഞാൻ കരഞ്ഞു പോകും. എന്ത് കാര്യം പറഞ്ഞിട്ട് കരയുമ്പോഴാ ഒട്ടും സമാധാനിപ്പിക്കാൻ പറ്റാണ്ടിരുന്നിട്ടുള്ളത്? എന്ത് ചെയ്തിട്ട് അങ്ങ് ശരിയാവുന്നില്ല, അങ്ങനത്തെ സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? കയ്യിൽ നിൽക്കുന്നില്ല? അത് മിതുവേട്ടൻ അങ്ങനെ ഒരിക്കൽ കരഞ്ഞിട്ടുണ്ട്. അതൊരു നമ്മള് ഈ നാട്ടിലെ ഇൻസിഡന്റ്. അത് സമാധാനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റാണ്ട് വന്ന 2 സിറ്റുവേഷൻ. ഒന്ന്, മിതുവേട്ടൻ്റെ 2 ഫ്രണ്ട്സ് ഇപ്പൊ അടുത്ത് ബാക്ക് ടു ബാക്ക് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് മിതുവേട്ടന്
ഹി വാസ് വെരി ഇമോഷണൽ. ഉം, 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 ഉം. അത് അതെനിക്ക് അതിപ്പോ എന്താ വെച്ചാ എനിക്ക് എനിക്കൊന്ന് ലൈഫിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ തകർന്നു പോയ രണ്ട് ബാക്കിയെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഉം. അല്ലേ? അതെ, അതെ, അതെ. എല്ലാം നേടിയെടുക്കാൻ നല്ല പറ്റും. സുഹൃത്തിനെ ഇനി വീട്, കിട്ടില്ല. പൈസ, ഉം, എന്തും ആയിക്കോട്ടെ, ഉം, പ്രശസ്തി, നമ്മുടെ ജോബ് എല്ലാം നമുക്ക് ട്രൈ ചെയ്താൽ കിട്ടും. ഉം, പക്ഷെ ഒരാൾ ലൈഫിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ ദേഷ്യം പിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി ഒരു സോറി പറഞ്ഞാൽ തിരിച്ചു വരുന്ന ഉം, ഉം. ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരാളൊരു ലൈഫിൽ നിന്ന് നമ്മൾ മരിച്ചു പോവാന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ എത്ര എത്ര എന്താണത് പറയാ എന്ത് ചെയ്താലും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഉം. ഞാൻ എപ്പോഴും മെറീനോടൊക്കെ പറയും നമ്മളൊക്കെ ഈ ലോകത്ത് നമ്മളൊരു ഗസ്റ്റാണ്. ഇപ്പോൾ കുറേ ആൾ പറയും ഇങ്ങനെ തന്നെ പറയാം നമ്മളൊക്കെ ഒരു അതിഥികളാണ്. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ ആൾക്കാർക്ക് എത്രയും വിലയും റെസ്പെക്റ്റും സ്നേഹവും കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. ഇന്ന് കണ്ട ആളെ നമ്മൾ നാളെ കാണുന്നില്ല ഉം, അല്ലേ? ഉം.